രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ 83ാമത്തെ എപ്പിസോഡ് രാധയുടെ പ്രണയം. രാധയുടെ പ്രണയം കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരെ സ്വാഗതം. രാധേ രാധേ എന്ന ചാനൽ സ്വാഗതം ചെയ്യുന്നു. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഈ 83ാമത്തെ എപ്പിസോഡ് കാണുക. ഈ 83ാമത്തെ എപ്പിസോഡ് കണ്ടിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് സമയം കിട്ടുമ്പോൾ 1, 2 എന്ന് കാണുക. നമ്മുടെ ചാനലിൽ എന്തൊക്കെയുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയമ്മയും അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ നിർബന്ധമായും കാണണം. പ്രത്യേകിച്ചും ആരോഗ്യ പ്രശ്നമുള്ളവർ ചൊവ്വാഴ്ച രാധയുടെ പ്രണയം 12 മണിക്ക്, നാരായണീയവും 12 മണിക്ക്, എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക് ശ്രീബുദ്ധൻ്റെ ജീവിതകഥ, എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക് ശ്രീബുദ്ധൻ എഴുതിയ ഗ്രന്ഥങ്ങളുടെ രാജാവായ ധർമ്മപദം. ഓർമ്മിക്കുക, നിങ്ങൾ ലോകത്തുള്ള സകല പുസ്തകവും വായിച്ചിട്ടുണ്ട്, ധർമ്മപദം വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല എങ്കിൽ വേസ്റ്റ് ആണല്ല. നിങ്ങൾ ധർമ്മപദം വായിച്ചിട്ടുണ്ട്, ലോകത്തിലെ മറ്റൊരു പുസ്തകവും വായിച്ചിട്ടില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല, നിങ്ങൾ ധന്യരായി കഴിഞ്ഞു. അത്രയ്ക്ക് ഗ്രേറ്റ് ആണ് ആരെന്ന് പറയുന്നത് ധർമ്മപദം. അപ്പോൾ ആ ധർമ്മപദത്തിൻ്റെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും, വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പോസ്റ്റ് ചെയ്യും. ഇതുകൂടാതെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണുമല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ओ राधे राधे बरसाने वाली राधा रानी की जय. എൻ്റെ മാതാവ് രാധാറാണിക്ക്
ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മയ്ക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മയ്ക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മയ്ക്ക് ജയ്. രാധയുടെ പ്രണയം വളരെ വളരെ പ്രധാനപ്പെട്ട എപ്പിസോഡ് 83ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ രുക്മിണിയുടെ ആദ്യ രാത്രിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ രുക്മിണിയുടെ ആദ്യ രാത്രിയെക്കുറിച്ച് പറഞ്ഞാൽ 1000 പേര് ചോദിക്കാനുണ്ടാകും, ഇയാൾക്ക് എങ്ങനെ അറിയാം, ഇത് ഏത് പുസ്തകത്തിൽ കിടക്കുന്നു, പുസ്തകത്തിൽ ഒന്നും ഇല്ലാത്തത് തന്നെത്താനെ കയ്യിൽ നിന്നിട്ട് പറയുകയായിരിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും. അങ്ങനെ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം തെളിവ് സഹിതമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ കേട്ടുകൊള്ളുക. മദന പുരസ്കാരം എന്ന നേപ്പാളിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം നേടിയ കൃഷ്ണ ധരവാസിൻ്റെ രാധ എന്ന പുസ്തകമുണ്ട്. രാധയെക്കുറിച്ച് വളരെയധികം റിസർച്ച് ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നേപ്പാളിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ മദന പുരസ്കാരം കൊടുത്തത്. ആ രാധ എന്ന പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 251 അതിനകത്തെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പുസ്തകം. ഇതാണ് രാധ എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ പുസ്തകത്തിൽ ദാണ്ടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആ പേജ്. ആ പേജിന്റെ ലാസ്റ്റ് ലൈൻ തൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഷി പോസ്റ്റ് ഫോർ എ വൈൽ ആൻഡ് റെസ്യൂംഡ് ആൻ ഈക്വൽ ഡിഗ്രി ഓഫ് ഇമോഷണലി ഉണ്ടോ എന്ന് തുടങ്ങുന്ന ദാണ്ടെ ഈ പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് തൊട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ. ദാണ്ടെ ഇതിനകത്ത് ലാസ്റ്റ് പാര. ആ ലാസ്റ്റ് പാരയ്ക്കകത്താണ് കൃഷ്ണന്റെയും രുക്മിണി ദേവിയുടെയും ആദ്യ രാത്രിയെക്കുറിച്ചുള്ള വിവരണം കൊടുത്തിരിക്കുന്നത്. ഇതാണ് പുസ്തകം. ഞാൻ നിരവധി പുസ്തകങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. കാരണം രാധാറാണി അമ്മയുടെ കഥയാണ്, അതിന് വിശ്വാസ്യത വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ റെഫർ ചെയ്ത കുറേ പുസ്തകത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഞാൻ ആദ്യം, വേറെയും പല പുസ്തകങ്ങളിലുണ്ട്, ഞാൻ ഈ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് രുക്മിണി ദേവിയുടെ ആദ്യ രാത്രിയെക്കുറിച്ചുള്ള വിവരണം ഞാൻ കണ്ടത്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ആരും പറയത്തില്ലല്ലോ ഇത് ഞാൻ കയ്യിൽ നിടിയാണെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയത്തുള്ളെന്ന് എനിക്കറിയാം. കുറേ ആൾക്കാർ അങ്ങനെ പറയാനായിട്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനകത്താണ് ഞാൻ പറഞ്ഞല്ലോ, പേജ് നമ്പർ 251 ലാസ്റ്റ് പാരഗ്രാഫ് തൊട്ട് തുടങ്ങുന്നു. കൃഷ്ണ ധരവാസ് മദന പുരസ്കാരം നേടിയ ഒരു നോവലിസ്റ്റാണ് ആ കൃഷ്ണ ധരവാസ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് എഴുതി വച്ചിരിക്കുന്നു. ആ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ഒരു ലാസ്റ്റ് പാര, ആ പാര വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. ലാസ്റ്റ് പാരഗ്രാഫ് അതിനകത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഷി പോസ്റ്റ് ഫോർ എ വൈൽ ആൻഡ് റെസ്യൂംഡ് ഇൻ ഈക്വൽ ഡിഗ്രി ഓഫ് ഇമോഷണാലിറ്റി. കൃഷ്ണ didn't pass his very first night with me. He placed me on the golden bed placed in a gorgeously decorated room, caressed my fingers with love for a while and left എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടല്ലോ. ഇതാണ് ആ പുസ്തകമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏതിലേക്ക് തിരിച്ചു വരാം? നമ്മുടെ രാധയുടെ പ്രണയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കാരണം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ എന്ത് അവതരിപ്പിച്ചാലും എനിക്ക് ആധികാരികത ബോധ്യപ്പെടുത്തണമെന്ന് നിർബന്ധമാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നിട്ടോ മറ്റോ യാതൊന്നും പറയാറില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ കൃഷ്ണൻ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ചിരിക്കുന്നു. കൃഷ്ണന്റെയും രുക്മിണി ദേവിയുടെയും ആദ്യ രാത്രി. പക്ഷേ ബലരാമൻ ജ്യേഷ്ഠൻ അവിടെ നിന്നില്ല. ബലരാമൻ ജ്യേഷ്ഠൻ അസ്വസ്ഥനായിരുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ നീ മരിച്ചു എന്നൊരു ദുഃഖം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന് സമ്മതിച്ചത്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. രാധ അവളെ വിട്ടിട്ട് നീ രുക്മിണിയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല
എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ജ്യേഷ്ഠൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ നിസ്സഹായനായി. കൃഷ്ണൻ ബലരാമൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും മനസ്സിലാകണ്ട കൃഷ്ണ, ഒന്നും മനസ്സിലാക്കണ്ട. നീ വൃന്ദാവനം മറന്നു, നീ രാധയെ മറന്നു, നീ രുക്മിണിയെ വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിച്ചു. നീ കാലയവനന്റെ പിന്നാലെ പോയപ്പോൾ നീ എന്താണ് സാത്വികിയോട് പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ രുക്മിണിയെ ഇവിടെ കൊണ്ടുവരണം, അവളെ ദേവതയാക്കണം എന്നാണ് നീ പറഞ്ഞത്. അപ്പൊ രാധയോ? രാധയ്ക്കൊരു മന്ദിരം മാത്രം നീ കെട്ടിയിട്ട് അവളെ പാർപ്പിക്കണം. അവൾ ആരായിട്ട് പാർക്കണമായിരുന്നു കൃഷ്ണ? നീ രാധയെ മറന്നു, നീ രാധയെ മറന്നു. നിന്റെ എല്ലാ കാര്യത്തിനും ബലരാമൻ ജ്യേഷ്ഠൻ നിന്റെ കൂടെ നിൽക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിന് കൃഷ്ണ, ഈ ഒരു കാര്യത്തിന് എന്നെ കിട്ടില്ല, ഇതിനെനിക്ക് പങ്കില്ല കൃഷ്ണ. എനിക്ക് രാധയെ ഇഷ്ടമാണ്, അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് രാധയെ. അവൾ എൻ്റെ മകളും അനുജത്തിയുമാണ് കൃഷ്ണ. കൃഷ്ണൻ നിർനിമേഷനായി നിന്നുപോയി. ആദ്യ രാത്രി രുക്മിണീ ദേവി അലങ്കരിക്കപ്പെട്ട മുറിക്കുള്ളിൽ രുക്മിണീ ദേവി ഇങ്ങനെ ഇരിക്കുകയാണ്. കൃഷ്ണന്റെ വരവും പ്രതീക്ഷിച്ച് ലജ്ജാവിവശയായി 1000 സ്വപ്നങ്ങളുമായിട്ട് രുക്മിണീ ദേവി ഇരിക്കുകയാണ്. അതെ, ഒടുവിൽ ഞാൻ കൃഷ്ണനെ നേടി. രാധയെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ കൃഷ്ണനെ നേടുക തന്നെ ചെയ്തു. രുക്മിണീ ദേവി എന്താഗ്രഹിച്ചാലും അത് സാധിച്ചിരിക്കും. ഇതാ രുക്മിണീ ദേവിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകൃതമായിരിക്കുന്നു. രുക്മിണിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആ സമയത്ത് കതക് മലർക്ക തുറന്നു. രുക്മിണീ ദേവി നോക്കിയപ്പോൾ രുക്മിണീ ദേവി പെട്ടെന്ന് എഴുന്നേറ്റു. കൃഷ്ണൻ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇരിക്കൂ രുക്കു. കൃഷ്ണൻ രുക്മിണീ ദേവിയെ വിളിക്കുന്നത് രുക്കു എന്നാണ്. ഇരിക്കൂ രുക്കു. രുക്മിണീ ദേവി ഇരുന്നു. കൃഷ്ണൻ രുക്മിണീ ദേവിയുടെ അടുക്കലിരുന്നു. കൃഷ്ണൻ രുക്മിണീ ദേവിയുടെ വിരലുകളെടുത്ത് തൻ്റെ കൈവെള്ളയ്ക്കുള്ളിൽ വെച്ചു. ആ വിരലുകളൊന്ന് തലോടിയതിനു ശേഷം ഒന്നും മിണ്ടാതെ കൃഷ്ണൻ അവിടെ നിന്ന് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രുക്മിണീ ദേവി അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താണ് കൃഷ്ണന് സംഭവിച്ചത്? കൃഷ്ണൻ ആ വാതിൽ തുറന്ന് നടന്നു നീങ്ങി. രുക്മിണീ ദേവി വിചാരിച്ചു അല്പം കഴിഞ്ഞ് വരുമായിരിക്കും. അവൾ കട്ടിലൊക്കെ ഒന്നും കൂടെ റെഡിയാക്കിയിട്ടു. മെത്ത വിരിപ്പുകളെല്ലാം ശരിയാക്കി വെച്ചു. അതെ, ധാരാളം ഫ്രൂട്ട്സുകൾ അവിടെ വെച്ചിരിക്കുന്നു. അതെല്ലാം എടുത്ത് ഒതുക്കി വെച്ചു. കൃഷ്ണന്റെ വരവും കാത്തിരിക്കുകയാണ്. സമയം കടന്നു പോവുകയാണ്. 11 മണിയായി, 12 മണിയായി, രാത്രി 1 മണിയായി. കൃഷ്ണനെ കാണുന്നില്ല. രാത്രി 2 മണിയായി. രുക്മിണീ ദേവി തകർന്നുപോയി. ഇതെവിടെയാണ് കൃഷ്ണൻ? ഇതാണോ ആദ്യ രാത്രി? ഇങ്ങനെയാണോ ആദ്യ രാത്രി കൊണ്ടാടുന്നത്? രുക്മിണീ ദേവിക്ക് വല്ലാത്ത വിഷമവും വല്ലാത്ത കോപവും വന്നു. രാത്രി 2 മണിയായി, കൃഷ്ണനില്ല. 2:30 മണിയായി, കൃഷ്ണനില്ല. രുക്മിണീ ദേവി അസ്വസ്ഥയായി ഇരിക്കുന്ന കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. വാതില് തുറന്ന് പുറത്തിറങ്ങി. എല്ലാവരും ഗാഠനിദ്രയിലാണ്. എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? രുക്മിണീ ദേവി ആ ഇടനാഴിയിലൂടെ നടന്നു വന്നപ്പോൾ എവിടെയും നിശബ്ദത, തികഞ്ഞ നിശബ്ദത. പക്ഷേ രുക്മിണീ ദേവി കണ്ടു, അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചു മാറി ഒരു വലിയ കെട്ടിടം, ആഡംബരപൂർണമായ ഒരു കെട്ടിടം. ആ കെട്ടിടത്തിലെ ഒരു മുറിയിൽ മാത്രം വെളിച്ചമുണ്ട്. അവിടെയാണോ കൃഷ്ണൻ അവിടെയാണോ ഇരിക്കുന്നത്? രുക്മിണീ ദേവി കുറേ നേരം അവിടെ നിന്നു. ഇല്ല, അതിനകത്തേക്ക് ആരെയും കാണാനില്ല, ഒരാളെപ്പോലും കാണാനില്ല. രുക്മിണീ ദേവി തിരിച്ചു വീണ്ടും നടന്നു. മണി 3 കൃഷ്ണനില്ല. മണി 4 കൃഷ്ണനില്ല. രുക്മിണീ ദേവി ഒരു പോള കണ്ണടച്ചിട്ടില്ല. കരയാൻ തുടങ്ങി. രുക്മിണീ ദേവിയുടെ കൺപോളകൾ വീർത്തു. ഇതെന്താണ് സംഭവിച്ചത്? കൃഷ്ണൻ ഇത് എവിടാണ് പോയത്? രുക്മിണീ ദേവിക്ക് രോഷം വന്നു തുടങ്ങി. നേരം 4 മണിയായി, കൃഷ്ണനില്ല.
5 മണിയായി, കൃഷ്ണനില്ല. 6 മണിയായി, ദ്വാരക ഉണർന്നു. ദ്വാരകയിലെ ജനങ്ങൾ പാലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തുടങ്ങുന്നു. രുക്മിണി ദേവി അസ്വസ്ഥതയോടുകൂടി തലയ്ക്ക് കയ്യും കൊടുത്തങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു പാദപതന ശബ്ദം കേട്ടു. രുക്മിണി ദേവി നോക്കി, കൃഷ്ണൻ. രുക്മിണി ദേവി പൊട്ടിത്തെറിക്കാനിരുന്നേത് കൃഷ്ണനോട്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചിട്ട് എവിടെയാണ് പോയത്, എവിടെയാണ് പോയത്? പക്ഷേ കൃഷ്ണനെ കണ്ട് അമ്പരന്നു പോയി. രുക്മിണി ദേവി ഇന്നുവരെ കണ്ടിട്ടുള്ള ഒരു കൃഷ്ണനല്ലത്. ഇന്നുവരെ ഇങ്ങനെ ഒരു കൃഷ്ണനെ കണ്ടിട്ടില്ല. കൃഷ്ണൻ മന്ദം മന്ദം നടന്നടുത്തു വന്നു. കൃഷ്ണൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു, തളർന്നവശനായിരുന്നു കൃഷ്ണൻ. കൃഷ്ണന്റെ കൺപോളകൾ വീങ്ങിയിരിക്കുന്നു. കൃഷ്ണൻ വന്നിട്ട് രുക്മിണി ദേവിയുടെ കൈകൾ പിടിച്ചു. കൈകൾ പിടിച്ച് രുക്മിണി ദേവിയെ കട്ടിലേക്ക് ഇരുത്തിയിട്ട് രുക്മിണി ദേവിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രുക്മിണി, ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തത്. എനിക്കറിയാം. ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രി നിന്നെ തനിച്ചാക്കി ഞാൻ പോയി. രുക്മിണി, നീ എന്നെ വിവാഹം കഴിച്ചു. നിനക്കൊരിക്കലും സന്തോഷം ലഭിക്കില്ല, ഒരിക്കലും സന്തോഷം ലഭിക്കില്ല രുക്മിണി. രുക്മിണി ദേവി ഞെട്ടിത്തെറിച്ചു പോയി. എന്തായി പറയുന്നത്, എന്തായി പറയുന്നത്? മാധ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല രുക്കു, നീ തെറ്റ് ചെയ്തില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്, തെറ്റ് ചെയ്തത് ഞാനാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രുക്കു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ പൊട്ടിക്കരഞ്ഞു. രുക്മിണി ദേവി പതറിപ്പോയി. ധീരനായ കൃഷ്ണൻ, വീരനായ കൃഷ്ണൻ, തനിക്ക് തൻ്റെ സേനയോട് ധീരം പൊരുതി തന്നെ അവരിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന കൃഷ്ണൻ, ജരാസന്ധനെ തോൽപ്പിച്ച കൃഷ്ണൻ, എന്തിനു പറയുന്നു, മഹാസുദർശനം കൊണ്ട് തൻ്റെ സഹോദരന്റെ തലയിറക്കാൻ നിന്ന കൃഷ്ണൻ, താൻ കാലു പിടിച്ചതുകൊണ്ട് അത് മുടി ഉൾപ്പെടെ ഛേദിച്ചു വിട്ട ഉഗ്രരൂപിയായ കൃഷ്ണൻ പൊട്ടിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. രുക്മിണി ദേവി അമ്പരന്നു. രുക്മിണി ദേവി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എന്താണെങ്കിലും എന്നോട് പറയൂ, എന്നോട് പറയൂ എന്താണെന്ന്. രുക്മിണി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ രുക്മിണി ദേവിയുടെ മടിയിലേക്ക് വീണു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൃഷ്ണൻ ഏങ്ങലടിച്ചു കരഞ്ഞു. രുക്മിണി ദേവിയാകട്ടെ കൃഷ്ണന്റെ തലമുടിയും കൃഷ്ണന്റെ ശരീരവും തലോടിക്കൊണ്ടിരുന്നു. കരഞ്ഞ് കൃഷ്ണന്റെ സങ്കടം തീരട്ടെ. പക്ഷേ രുക്മിണി ദേവി വല്ലാത്ത അങ്കലാപ്പിലായിരുന്നു. രുക്മിണി ദേവിക്ക് മനസ്സിലാകുന്നില്ല കൃഷ്ണനെ പോലെ ഇത്രയും ധീരനായ ഒരു മനുഷ്യൻ കരയുക. ഒടുവിൽ കൃഷ്ണൻ കരഞ്ഞ് തളർന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെ തളർന്നു രുക്മിണിയുടെ മടിയിൽ തന്നെ കണ്ണുകൾ അടച്ചു കിടന്നു. കുറേ നേരം രുക്മിണി വിചാരിച്ചു, കൃഷ്ണൻ ഉറങ്ങുകയാണോ, കൃഷ്ണൻ ഉറങ്ങുകയാണോ? ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ. രുക്മിണി ദേവി കൃഷ്ണന്റെ ശിരസിൽ തലോടി, കൃഷ്ണന്റെ കവിളിൽ തട്ടി. കൃഷ്ണൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് കൃഷ്ണൻ എഴുന്നേറ്റു. രുക്മിണി ദേവിയുടെ കൈകൾ പിടിച്ചിട്ട് പറഞ്ഞു, രുക്മിണി, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. രുക്മിണി, എന്നെ ദിവ്യമായി സ്നേഹിക്കുന്ന രാധ, എന്റെ ദിവ്യമായി സ്നേഹിക്കുന്ന രാധ, അവളെ മറന്നിട്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്തത് തെറ്റാണ്. എനിക്ക് രാധയെ മറക്കാൻ കഴിയുന്നില്ല രുക്മിണി, എനിക്ക് രാധയെ മറക്കാൻ കഴിയുന്നില്ല രുക്മിണി. രുക്മിണി ദേവി ഞെട്ടിത്തെറിച്ചു പോയി. രാധയെ തോൽപ്പിച്ച് കൃഷ്ണനെ സ്വന്തമാക്കി എന്ന് അഹങ്കരിച്ചിരുന്ന രുക്മിണി ദേവി തരിച്ചു നിൽക്കുകയാണ്. രുക്മിണി, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മനസ്സു നിറയെ രാധയാണ്. ഞാൻ ഇന്നലെ രാധയ്ക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു മന്ദിരം പണികഴിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്കാണ് പോയത്. അവൾക്ക് വേണ്ടി കരയുകയായിരുന്നു ഞാൻ കരയുകയായിരുന്നു. എൻ്റെ കണ്ണുനീര് അവൾക്ക് വേണ്ടി ഞാൻ ഒഴുക്കുകയായിരുന്നു രുക്മിണി.
രുക്മിണി ദേവി സ്തംഭിച്ചിരുന്നു. രുക്മിണി, ഇന്നലെ രാത്രി മുഴുവനും ഞാൻ രാധയെ ഓർത്ത് കരയുകയായിരുന്നു. അവളുടെ വിശുദ്ധ പ്രണയത്തെ ഓർത്ത് ഞാൻ കരയുകയായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രുക്മിണി. സത്യം പറയട്ടെ, എനിക്ക് നിന്റെ വിരൽത്തുമ്പിൽ തൊടാൻ പോലും പാടായിരുന്നു. രുക്മിണി ദേവി തുറിച്ച കണ്ണുകളുമായി കൃഷ്ണനെ നോക്കി. ലോകത്തൊരു സ്ത്രീക്കും ഇങ്ങനൊരു ഗതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് രുക്മിണി ദേവി മനസ്സിൽ പറഞ്ഞു. ആദ്യ രാത്രിയിൽ താൻ വിവാഹം ചെയ്ത പുരുഷൻ ആദ്യ രാത്രി തൻ്റെ കൂടെ ഉറങ്ങാതെ മറ്റൊരു കെട്ടിടത്തിലേക്ക് പോകുന്നു. പിറ്റേന്ന് വന്നിട്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ കാമുകി വലുതാണ്, എനിക്ക് നിന്റെ വിരൽത്തുമ്പിൽ പോലും തൊടാൻ തോന്നുന്നില്ല. രുക്മിണി അമ്പരന്നിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, രുക്കു, നിനക്കറിയാമോ, എൻ്റെ ചെറുപ്രായത്തിൽ തുടങ്ങിയ പ്രണയമായിരുന്നു ഇത്. ഞാനൊരു ബാലകനായിരുന്നപ്പോൾ രുക്കു, എന്നെ എൻ്റെ അമ്മ ഉരലിൽ കെട്ടിയിട്ടു. ആ കഥ നിനക്കറിയാമോ? ഞാൻ ആ ഉരലും വലിച്ചു കൊണ്ടുപോയപ്പോൾ 2 മരങ്ങൾ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉരല് കുരുങ്ങിപ്പോയി. ഞാൻ ബലം പ്രയോഗിച്ചപ്പോൾ മരം മറിഞ്ഞു വീണു. അവിടെ നിസ്സഹായനായി എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു. ആ സമയത്താണ് രുക്കു ഞാൻ ആദ്യമായിട്ട് രാധയെ കാണുന്നത്. ഒരു ചെറിയ ചിരി ഞാൻ കേട്ടു. രാധ കുലുങ്ങി ചിരിച്ചുകൊണ്ട് വരികയാണ്. രാധ, അന്ന് ഞാൻ കുഞ്ഞാണ്. അവൾ എന്നെ വന്ന് കണ്ടു, എന്നെ ഓമനത്തിച്ചു, എന്നെ കോരിയെടുത്തു, എൻ്റെ ദേഹത്തെ മണ്ടരികൾ തുടച്ചു കളഞ്ഞു. അടുത്ത ദിവസം അവൾക്ക് വേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റ് അവളുടെ കൂടെ പോയി. അവളുടെ കൂടെ കാളവണ്ടിയിൽ കയറി ഞാൻ ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ ഞാൻ പോയി. അന്ന് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, ഞാൻ വൃന്ദാവനത്തിലെത്തുമെന്ന്. രുക്കു, അവൾക്ക് വേണ്ടി ഞാൻ വൃന്ദാവനത്തിലെത്തി. ഞങ്ങൾ ഗാഠമായി പ്രണയിച്ചു. ഞാൻ എന്നും രാത്രി ഓടക്കുഴൽ വായിക്കുമായിരുന്നു. രുക്മിണി അത്ഭുതത്തോടു കൂടിയാണ് കൃഷ്ണനെ നോക്കുന്നത്. രുക്കു, ഞാൻ എന്നും ഓടക്കുഴൽ വായിക്കും രാത്രി. അവൾ ഇറങ്ങി വന്നിട്ട് ആ അർദ്ധരാത്രിക്ക് എൻ്റെ കൂടെ അവൾ നൃത്തം ചവിട്ടും. ഞാനും രാധയും നൃത്തം ചവിട്ടും. ഒടുവിൽ എൻ്റെ ഓടക്കുഴലിൻ്റെ വിളിയിൽ അവിടുത്തെ ഗോപികമാര് മുഴുവൻ വരാൻ തുടങ്ങി. അങ്ങനെ അത് രാസലീലയായി മാറാൻ തുടങ്ങി. എങ്കിലും രാസലീലയിലെ നായിക അന്നും ഇന്നും രാധയാണ്. രുക്കു രുക്മിണി ദേവി അമ്പരന്ന് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. രുക്കുവിനറിയാമോ, ഞാനില്ലാതെ അവളില്ലാതെ ഞാനില്ല. രുക്കു, ഒരിക്കൽ പോലും ഞാൻ അവളോട് ദേഷിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവൾ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കുമായിരുന്നു. രുക്കു, അവൾ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കുമായിരുന്നു. എനിക്കവളെ അത്രയ്ക്കിഷ്ടമായിരുന്നു. രുക്കു, ഒടുവിൽ എനിക്ക് വൃന്ദാവനം വിടേണ്ടി വന്നു. നീ അറിയണം, വൃന്ദാവനം വിടേണ്ടി വന്നപ്പോൾ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞു. അവളെ ഞാൻ ക്ഷണിച്ചു, എൻ്റെ ജീവിതത്തിലേക്ക് അവളെ ഞാൻ ക്ഷണിച്ചപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, ഞാൻ വരുന്നില്ല, ഞാനൊരു പാൽക്കാരി പെണ്ണാണ്. കൃഷ്ണ, നീ രാജാവാകാൻ പോവുകയാണ്, കിരീടം വെച്ച രാജാവാകാൻ പോവുകയാണ്, രാജ്യങ്ങൾ കീഴടക്കാൻ പോവുകയാണ്. കൃഷ്ണ, ആ കൃഷ്ണനെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം കന്നുകാലികളെ മേയിച്ച്, കുറുമ്പ് കാണിച്ച്, രാത്രിയാകുമ്പോൾ ഓടക്കുഴൽ വിളിച്ച്, എന്നെ മയക്കി നൃത്തം ചവിട്ടി എന്നെ വള്ളിക്കുടിലേക്ക് കൊണ്ടുപോയി എൻ്റെ വിയർപ്പ് തുള്ളികൾ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് എന്നെ ഞാനാക്കി മാറ്റുന്ന, എന്നെ സ്ത്രീയാക്കി മാറ്റുന്ന ആ കൃഷ്ണനെയാണ് എനിക്കിഷ്ടം. രുക്കു, ഞാൻ രാധയോട് പറഞ്ഞു, നീ എൻ്റെ രാജ്ഞിയാണ്, നിന്നെ ഞാൻ രാജ്ഞിയാക്കും.
അവൾ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രാജ്ഞിയാകണ്ട, എനിക്കിടയ കന്യകയായാൽ മതി കൃഷ്ണ, എനിക്കിടയ കന്യകയായാൽ മതി. നീ ഗോപാലനായി ഗോവിന്ദനായി കാണുന്നതാണ് കൃഷ്ണ എനിക്കിഷ്ടം. പൊയ്ക്കൊള്ളൂ കൃഷ്ണ, പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അവളെ അനാഥയാക്കരുത്, അവളുടെ നേർക്ക് വിരൽ ചൂണ്ടരുതെന്ന് ഞാൻ വിചാരിച്ചു. രുക്കു, ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം രുക്കു. നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ രുക്മിണി ദേവി കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, രുക്കു, നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി. രുക്മിണി ദേവി അത്ഭുതത്തോടു കൂടി കൃഷ്ണനെ നോക്കി. രാധയുടെ കഴുത്തിൽ അന്ന് പിരിയുന്നതിൻ്റെ തലേന്ന്, ഞാൻ വൃന്ദാവനം വിടുന്നതിൻ്റെ തലേ ദിവസം, നീ ഓർമ്മിക്കണം, ഞാൻ രാധയെ എൻ്റെ 2 കൈകൾ കൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് ഞാൻ സാന്ദീപ മുനിയുടെ അടുക്കൽ ചെന്നു. സാന്ദീപ മുനി ആദ്യം അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാൽക്കാരി പെണ്ണ്, ഇവളുടെ നേർക്ക് നാളെ ഒരാളും വിരൽ ചൂണ്ടരുത്, ഇവൾ കൃഷ്ണന്റെ പെണ്ണാണെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ സാന്ദീപ മുനിയുടെ കാർമ്മികത്വത്തിൽ അന്ന് രാത്രി ഞാൻ രാധയുടെ കഴുത്തിൽ താലി കെട്ടിരിക്കൂ. ഞാൻ താലി കെട്ടുന്ന ആദ്യത്തെ പെണ്ണ് നീയല്ല. രുക്മിണി ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ഈ പ്രപഞ്ചം മുഴുവനും അടർന്ന് തൻ്റെ ശിരസ്സിലേക്ക് വീഴുന്നത് പോലെയാണ് രുക്മിണി ദേവിക്ക് തോന്നിയത്. തൻ്റെ സകല അകന്തകളും ഉരുകിത്തീരുന്നത് പോലെ. രാധയുടെ മുന്നിൽ താൻ ഒന്നുമല്ലാതാകുന്നത് പോലെ രുക്മിണിക്ക് തോന്നി. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, രുക്കു, ഒരു കാര്യം നീ മനസ്സിലാക്കണം രുക്കു, നിനക്ക് കിട്ടിയ ഈ ജീവിതം രാധ തന്ന ദാനമാണ് രുക്കു. രാധ ഒരു ഇടയ ബാലികയാണ്, നീ ഒരു രാജ്ഞിയാണ്. പക്ഷേ രുക്കു, എൻ്റെ കണ്ണിലെ രാജ്ഞി രാധയാണ്. അപ്പോൾ രുക്മിണി ചോദിച്ചു, രാധ തന്ന ദാനമാണ് എൻ്റെ ജീവിതമെന്ന് എന്തുകൊണ്ടാണ് അങ്ങ് പറയുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം രുക്കു, നീ ഓർമ്മിക്കുക, ഞാൻ വൃന്ദാവനം വിടുകയാണ്. ഞാൻ വൃന്ദാവനം വിടുന്ന സമയത്ത് ഞാൻ രാധയോട് പറഞ്ഞു, രാധേ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരടർന്നു വീണാൽ രാധേ, ഞാൻ ഈ വൃന്ദാവനം വിടില്ല. കയറിയ രഥത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി തിരിച്ചു വരും എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ വൃന്ദാവനം വിടാൻ പോവുകയാണ്. രാധ വന്നു. ഞാൻ കെട്ടിയ മഞ്ഞച്ചരട്, ആ മഞ്ഞച്ചരടിൽ അവൾ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ രഥത്തിലേക്ക് കയറി. പാവം ഞാൻ ക്രൂരതയാണ് കാണിച്ചത് രുക്കൂ. കൃഷ്ണൻ പൊട്ടിക്കരയാൻ തുടങ്ങി. രുക്മിണിക്ക് വല്ലാത്ത സ്നേഹവും സഹതാപവും തോന്നി. കൃഷ്ണനെ തൻ്റെ മാറോടണച്ചു വയ്ക്കാൻ തോന്നി. പക്ഷേ ചെയ്തില്ല. രുക്മിണി അങ്ങനെ തന്നെ നോക്കിയിരുന്നു. കൃഷ്ണന്റെ കരച്ചിലൊന്നടങ്ങിയിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ക്രൂരനാണ്, അവളെ കരയാൻ പോലും അനുവദിക്കാത്ത ക്രൂരൻ. അവളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു തുള്ളി കണ്ണീര് വീണാൽ ഞാൻ തിരിച്ചിറങ്ങും. ആൻ പറഞ്ഞ അന്ന് രാത്രി സാന്ദീപ മുനി അവളുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, മോളെ, ഈ ലോകത്തിന്റെ മുഴുവൻ ഭാവി നിന്റെ കയ്യിലാണ്. അവനെ നീ ഇവിടെ തളച്ചിടരുത്. അവന് ഈ ലോകത്തിന് ആവശ്യമുണ്ട്. ധർമ്മം സ്ഥാപിക്കാനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് മോളെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ നിന്റെ കണ്ണിൽ നിന്ന് എന്തു വന്നാലും ഒരു തുള്ളി കണ്ണീര് പൊഴിയരുതെന്ന് പറഞ്ഞു. രുക്കു ആ രഥത്തിലിരുന്ന് ഞാൻ കണ്ടു രുക്കു, എൻ്റെ രാധ സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ണുനീര് പൊഴിക്കാൻ കഴിയാതെ ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചു. അവളുടെ ചുണ്ടിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നത് ഞാൻ കണ്ടു രുക്കു. രുക്മിണി ദേവി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തു പറയണമെന്നറിയാൻ വയ്യ.
എന്തു പറയണമെന്നറിയാൻ വയ്യ. ഒരു നിമിഷം കൃഷ്ണനൊന്ന് നിർത്തി. ഒരു നിമിഷം കൃഷ്ണനൊന്ന് നിർത്തിയിട്ട് പറഞ്ഞു, രുക്കു, ഇന്നും എൻ്റെ ഹൃദയത്തിൽ ആ ചോര ഒലിക്കുന്ന ചുണ്ടുകളുമായി നിൽക്കുന്ന രാധയാണ്. ഇന്നലെ മുഴുവനും ഞാൻ രാധയോട് മാപ്പ് പറയുകയായിരുന്നു. അല്ലാതെ അവളോട് നീതി പുലർത്താതെ എനിക്ക് നിന്റെ അടുത്ത് എങ്ങനെ വരാൻ പറ്റും രുക്കു? അന്ന് അവളൊരു തുള്ളി കണ്ണുനീർ പൊഴിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിയേനെ. ഞാനൊരു ഗോവിന്ദനായി അവിടെ ജീവിച്ചേനായിരുന്നു. രുക്മിണി, നിനക്കെന്നെ കിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ജീവിതം രാധ തന്ന ദാനമാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. രുക്മിണി ദേവിക്ക് ഒന്നും മിണ്ടാനില്ല. രുക്മിണി ദേവിക്ക് മനസ്സിലായി, രാധയുടെ മുന്നിൽ താൻ ആരുമല്ല. ആ സമയത്ത് കൃഷ്ണൻ അവിടെ മുട്ടുകുത്തി നിന്ന് തന്റെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. രുക്മിണി പറഞ്ഞു, ഇതല്ലേ അന്ന് വിദർഭയിൽ വെച്ച് പറഞ്ഞത്? അതെ, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണിത്. ഞാനും അവളും തമ്മിൽ പിണങ്ങുമ്പോൾ അവളുടെ തോഴിയായ ലളിതയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറയാൻ. നോക്കൂ, ഇന്ന് സകല ജനങ്ങളും അതൊരു മന്ത്രമായി മാറി. ഈ കൃഷ്ണനും ആ മന്ത്രം ചൊല്ലുന്നു, ഈ പ്രപഞ്ചം മുഴുവനും ആ മന്ത്രം ചൊല്ലുന്നു. രുക്കു, എൻ്റെ രാധ, രുക്കു, ഇത്രയുമൊക്കെ ആണെങ്കിലും നിന്നെ ഞാൻ വിവാഹം കഴിച്ചു. ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ നീതി പുലർത്തണം. ഞാനത് ചെയ്യും. പക്ഷേ എനിക്ക് സമയം തരണം രുക്കു, എനിക്ക് അല്പസമയം തരണം. രാധയോട് നീതി പുലർത്തിയില്ല. ആ ചിന്ത എന്നെ വേട്ടയാടുന്നു. രാധയുടെ കടിച്ചു പൊട്ടിച്ച ചുണ്ടുകള്, അതിൽ നിന്ന് വാർന്നൊഴുകുന്ന രക്തം, ആ രക്തം എന്നെ പിന്തുടരുന്നു. അത് മറക്കാൻ എനിക്ക് സമയം തരണം രുക്കു, എന്നോട് ക്ഷമിക്കണം നീ. അത്രയുമായപ്പോൾ രുക്മിണി ദേവി കൃഷ്ണനെ തന്റെ നെഞ്ചോട് ചേർത്തു. കൃഷ്ണൻ ആ നെഞ്ചിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ യാതൊരു ശബ്ദവുമില്ല, ഒന്നുമില്ല. രുക്മിണി ദേവി നോക്കി, കൃഷ്ണൻ ഉറങ്ങുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ശാന്തനായി, പരമശാന്തനായി കൃഷ്ണൻ ഉറങ്ങുന്നു. രുക്മിണി ദേവി വിചാരിച്ചു, ഞാനൊന്നുമല്ല, ഞാൻ ഒരിക്കലും ഒരു രാജ്ഞിയല്ല. ആ ഇടയ കന്യകയുടെ മുന്നിൽ ഞാനൊന്നുമല്ല എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്നറിയില്ല. കൃഷ്ണൻ ഉണരുമെന്ന് കരുതി മണിക്കൂറുകളോളം അങ്ങനെ ഇരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ കണ്ണു തുറന്നത്. അന്നത്തെ ദിവസം രുക്മിണിയും കൃഷ്ണനും ഒന്നിച്ച് തന്നെയാണ് കിടന്നുറങ്ങിയത്. പക്ഷേ കൃഷ്ണൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. രുക്മിണി പറഞ്ഞു, സാരമില്ല, ആവശ്യത്തിന് സമയമെടുത്തുകൊള്ളൂ, അതിനുശേഷം മതി, ഇന്ന് ശാന്തമായിട്ടുറങ്ങൂ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി, നിനക്കറിയാമോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഓടക്കുഴലാണ്. എൻ്റെ ഓടക്കുഴലിനപ്പുറം എനിക്കൊന്നുമില്ല. രുക്കു, ഞാൻ അവിടം വിട്ടപ്പോൾ അത് രാധയ്ക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. രാധയാണിപ്പ ഓടക്കുഴലിൻ്റെ അവകാശി. രുക്മിണി ദേവി പറഞ്ഞു, രാധയോ? അതെ, രാധ ഓടക്കുഴല് വായിക്കുമോ? വായിക്കും രുക്കു, നിനക്ക് കേൾക്കണോ? അപ്പൊ രുക്മിണി ദേവി പറഞ്ഞു, അതിനി നമ്മൾ വൃന്ദാവനത്തിൽ പോണ്ടേ? കൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി, പ്രണയം എന്താണെന്ന് നിനക്കറിയുമോ? രുക്മിണി ഇങ്ങനെ നോക്കി. പ്രണയം ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങുന്നതല്ല, നീ ചെയ്തത് അതാണ്. പ്രണയം വിട്ടുകൊടുക്കൽ കൂടിയാണ്, സ്വന്തമാക്കുക മാത്രമല്ല വിട്ടുകൊടുക്കുന്നത് കൂടിയാണ് പ്രണയം. രാധ അതാണ് ചെയ്തത്. വിട്ടുകൊടുക്കുന്ന പ്രണയത്തിന്റെ മഹത്വം വളരെ വലുതാണ്. രുക്മിണി, രണ്ടുപേര് തമ്മിൽ അഗാധമായ പ്രണയത്തിലായാൽ അവർക്ക് പരസ്പരം മനസ്സുകൾ വായിക്കാൻ പറ്റും. രുക്മിണി, രാധ അവിടെ ഒന്ന് കരഞ്ഞാൽ എനിക്കറിയാം
എൻ്റെ മനസ്സെന്തു പറയുന്നു അതെനിക്കറിയാം. രുക്മിണി പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ബാക്കിയെല്ലാം ഞാൻ വിശ്വസിക്കും, പക്ഷേ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, ആയിക്കോട്ടെ. കൃഷ്ണൻ കട്ടിലേക്ക് കടന്നു, രുക്മിണിയും കടന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ, നിന്നെ ഞാൻ സങ്കടപ്പെടുത്തി, നീ എന്നോട് ക്ഷമിക്കണം രാധേ. എനിക്ക് ആ ഓടക്കുഴൽ നാദമില്ലാതെ, ഞാൻ വായിക്കുന്ന ആ മധുര രാഗം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എനിക്ക് ഉറങ്ങണം രാധേ. ആ ഓടക്കുഴൽ വായന എനിക്ക് കേൾക്കണം, ആ ഓടക്കുഴൽ വായന എനിക്ക് കേൾക്കണം രാധേ, എനിക്ക് കേൾക്കണം. ഒരു നിമിഷത്തെ നിശബ്ദത, ഒരേ ഒരു നിമിഷത്തെ നിശബ്ദത. അന്തരീക്ഷത്തിലൂടെ അതിമനോഹരമായ ഓടക്കുഴൽ നാദം, അതിമനോഹരമായ ഓടക്കുഴൽ നാദം ഒഴുകി വരികയാണ്. രുക്മിണി ദേവി അമ്പരന്നു പോയി. രുക്മിണിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൃഷ്ണൻ രുക്മിണിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ഓടക്കുഴൽ നാദത്തിൽ കൃഷ്ണൻ ലയിച്ചു. കൃഷ്ണൻ രുക്മിണിയെ മറന്നു, കൃഷ്ണൻ ദ്വാരകയെ മറന്നു, കൃഷ്ണൻ സർവ്വതും മറന്നു. അതിൽ ലയിച്ച് രുക്മിണിയുടെ മാറിൽ തലചായിച്ച് ആ ഓടക്കുഴൽ നാദം കേട്ട് രാധയുടെ ഓടക്കുഴൽ വായന കേട്ട് കണ്ണൻ മയങ്ങുകയാണ്. ഈ 7-14 ലോകങ്ങളും അമ്മാനമാടുന്ന നാരായണൻ, പൊട്ടിക്കരഞ്ഞ നാരായണൻ, രാധയെ ഓർത്ത് വിങ്ങിക്കരഞ്ഞ നാരായണൻ, രാധ വായിക്കുന്ന ഓടക്കുഴൽ നാദം കേട്ട് മയങ്ങുകയാണ്. രാധ വായിക്കുന്ന ഓടക്കുഴൽ നാദം കേട്ട് മയങ്ങുകയാണ്. രാധ വായിക്കുന്ന ഓടക്കുഴൽ നാദം കേട്ട് മയങ്ങുകയാണ്. അമ്മേ രാധാറാണി അമ്മേ, അമ്മയേക്കാൾ വലുതായി ഇനി ആരാണുള്ളത്? അമ്മയേക്കാൾ വലുതായി ഇനി ആരാണുള്ളത്? അമ്മയുടെ ഓടക്കുഴൽ നാദത്തിലാണ് രുക്മിണിയുടെ മാറിൽ കൃഷ്ണൻ കിടക്കുന്നത്. കൃഷ്ണൻ മയങ്ങിയ നിമിഷം ഓടക്കുഴൽ വായന നിന്നു. രുക്മിണി അമ്പരന്നു. കൃഷ്ണൻ മയങ്ങിപ്പോയെന്ന് രാധ എങ്ങനെ അറിഞ്ഞു? അത്ഭുതം. ഇവരുടെ പ്രണയബന്ധത്തിന് മുന്നിൽ ഞാനൊന്നുമല്ല. രുക്മിണി നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കൃഷ്ണൻ മയങ്ങുകയാണ്. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു പോവുകയാണ്. ഓരോ ദിവസവും നല്ല മയക്കത്തിൽ കൃഷ്ണൻ രാധയുടെ പേര് വിളിച്ചു പറയും, രാധ രാധ രാധ. രുക്മിണിക്ക് എന്തെന്നില്ലാത്ത വ്യസനം തോന്നി. രുക്മിണി വിചാരിച്ചു, ഞാൻ ജയിക്കുകയല്ല ചെയ്തത്, പരാജയപ്പെടുകയാണ് ചെയ്തത്. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം രുക്മിണി രാവിലെ ഉറക്കമെഴുന്നേറ്റു കഴിഞ്ഞപ്പോൾ കൃഷ്ണനെ കാണുന്നില്ല. സാക്ഷാൽ ഗോവിന്ദനെ കാണുന്നില്ല. കൃഷ്ണൻ ഇത് എവിടെ പോയി? അതെ, രുക്മിണി അമ്പരന്നു പോയി. സാധാരണഗതിയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. രുക്മിണി എഴുന്നേക്കും ആദ്യം, എന്നിട്ടാണ് കൃഷ്ണൻ ഉണരുന്നത്. പക്ഷെ ഇന്ന് നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുന്നു. എവിടെയാണ് കൃഷ്ണൻ പോയിരിക്കുന്നത്? കൃഷ്ണൻ എവിടാണ് പോയത്? രുക്മിണി ദേവി വല്ലാതെ പരിഭ്രാന്തയായി. ആ സമയത്ത് ഉദ്ധവൻ നടന്നു വരുന്നു. ഉദ്ധവൻ വന്ന് രുക്മിണി ദേവിയെ വണങ്ങി. രുക്മിണി ദേവി ഉദ്ധവനെ ഒന്ന് നോക്കി. കൃഷ്ണന്റെ തനിപ്പകർപ്പാണ്. എന്തൊരു മനുഷ്യനാണിത്! കൃഷ്ണന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. ഒരു നിഴല് പോലെ കൃഷ്ണന്റെ പുറകിൽ നടക്കുന്നു. തന്നെ ജ്യേഷ്ഠത്തിയമ്മ എന്ന നിലയിൽ ബഹുമാനിക്കുന്നു. എന്നാൽ ഒരേ പ്രായവുമാണ്, എന്നിട്ടും അങ്ങനെ ബഹുമാനിക്കുന്നു. ഉദ്ധവൻ വന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തിയമ്മേ, ഇന്നലെ രാത്രി മുഴുവനും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. നമ്മുടെ 30 യാദവ കുടുംബങ്ങള് ഭൃഗുതീർത്ഥത്തിലേക്ക് ഇന്നലെ പോയിരിക്കുകയായിരുന്നു.
കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് അവരാപത്തിൽപ്പെട്ടിരിക്കുന്നു. അവരിന്നലെ തന്നെ വിവരമറിയിച്ചു കൃഷ്ണനെ മറ്റുള്ളവര്. അങ്ങനെ കൃഷ്ണൻ കടലിലേക്ക് പോയിരിക്കുകയാണ് അവരെ രക്ഷിക്കാൻ. രുക്മിണി ദേവി ഉദ്ധവനോട് പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറഞ്ഞത്? കൃഷ്ണൻ കടലിലേക്ക് പോകുന്നുവെന്നോ? കൃഷ്ണൻ കടലിൽ രക്ഷിക്കാൻ പോകുന്നുവെന്നോ? കൃഷ്ണൻ കടലിൽ പോയി എങ്ങനെ രക്ഷിക്കും? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, കൂടെ സാത്യകിയുണ്ട്, വിരാടനുണ്ട്, കപ്പിത്താൻ കുക്കുരുവുണ്ട്, ചെറു തോണികളുണ്ട്, അവരെല്ലാവരുമായിട്ടാണ് പോയിരിക്കുന്നത്. കൃഷ്ണൻ അവരെ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരും. അപ്പോൾ ചോദിച്ചു, കൃഷ്ണൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാണ് പിന്നെ ഉള്ളത്? നോക്കൂ ഉദ്ധവ, നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല കൃഷ്ണനെ കടലിൽ പോകുന്നതിൽ നിന്ന്? ഉദ്ധവനൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തിയമ്മേ, നിങ്ങൾക്ക് ഇനിയും കൃഷ്ണനെ മനസ്സിലായിട്ടില്ല. കൃഷ്ണനെ തടയാൻ യാദവർക്ക് കഴിഞ്ഞിട്ടില്ല. കൃഷ്ണനെ തടയാൻ ജരാസന്ധന് സാധിച്ചിട്ടില്ല. കൃഷ്ണനെ തടയാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? കൃഷ്ണനെ തടയാൻ ഒരു മനുഷ്യർക്കും സാധിച്ചിട്ടില്ല. കാലയവനന് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നാണോ രുക്മിണി ദേവിക്കോ അല്ലെങ്കിൽ എനിക്കോ അതിന് സാധിക്കുക? രുക്മിണി ദേവി, അല്ലയോ ജ്യേഷ്ഠത്തിയമ്മേ, ഒരു കാര്യം ആലോചിക്കുക. കൃഷ്ണൻ എല്ലാവരുടേതുമാണ്. കൃഷ്ണൻ സകലരുടേതുമാണ്. കൃഷ്ണൻ ഒരിക്കലും കൃഷ്ണന് വേണ്ടി ജീവിച്ചിട്ടില്ല. കൃഷ്ണൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൃഷ്ണൻ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ പറ്റൂ. പെട്ടെന്നാണ് രുക്മിണി ആലോചിച്ചത്, ശൈബ്യ എവിടെ? അപ്പൊ രുക്മിണിക്ക് തോന്നി, ഞാൻ ശൈബ്യയോട് നന്ദികേടാണ് കാണിച്ചത്. കല്യാണത്തിന് വേണ്ടി തന്നെയും കൃഷ്ണനെയും കൂട്ടിയിണക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചവളാണ് ശൈബ്യ എന്ന് പറയുന്നത്. സത്യത്തിൽ ശൈബ്യ കൃഷ്ണനെ വല്ലാതെ പ്രണയിക്കുന്നു. പക്ഷേ കൃഷ്ണനാകട്ടെ അവളെ സഹോദരിയായി കാണുന്നു. അത് മറ്റൊരു വിരോധാഭാസം. കൃഷ്ണൻ സഹോദരിയായി കാണുന്ന ഒരേ ഒരു സ്ത്രീ ശൈബ്യയാണ്. മറ്റുള്ളവരെയൊക്കെ കൃഷ്ണൻ മറിച്ചായിട്ടും കാണുന്നു. ആ ശൈബ്യ എവിടെ? അപ്പോൾ ഉദ്ധവനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തിയമ്മേ, കൃഷ്ണൻ കടലിലേക്ക് പോയി എന്നറിഞ്ഞ നിമിഷം തന്നെ അവർ രഥം തയ്യാറാക്കി അങ്ങോട്ടേക്ക് കുതിച്ചു കഴിഞ്ഞു. അവർ കൃഷ്ണനെയും കാത്ത് അവിടെ നിൽക്കുകയാണ്. രുക്മിണിക്ക് ലജ്ജ തോന്നി. ശൈബ്യ വരെ ആ കടലിലേക്ക് പോയിരിക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അന്ന് ഉച്ചയായപ്പോഴേക്കും രുക്മിണി ദേവകി അമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ കടൽപ്പാലം വരെ പോകണം, എനിക്ക് വേണ്ടി തേരൊരുക്കണം. അങ്ങനെ തേരൊരുക്കി. അതിനകത്ത് രുക്മിണി ദേവി നേരെ കടൽപ്പാലത്തിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെട്ടു പോയി. ആ കടൽപ്പാലത്തിന്റെ അറ്റത്ത് ശൈബ്യ നിൽക്കുകയാണ്. ഒരു ശിലാപ്രതിമ പോലെ ശൈബ്യ നിൽക്കുകയാണ്. വല്ലാത്തൊരു പരിവേഷം. രുക്മിണി ദേവി നടന്നടുത്ത് എന്നിട്ട് വിളിച്ചു, സഹോദരി. ശൈബ്യ തിരിഞ്ഞു നോക്കി. രുക്മിണി, ശൈബ്യക്ക് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല. ശൈബ്യെ, നീ ഈ കടൽപ്പാലത്തിന്റെ ഇവിടെ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാണ്? നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ശൈബ്യ പറഞ്ഞു, കൃഷ്ണൻ വരട്ടെ, കൃഷ്ണൻ വരട്ടെ, കൃഷ്ണൻ വന്നിട്ടേ ഞാൻ തിരിച്ചു വരൂ. ആ സമയത്ത് ഒരു തത്ത പറന്നു വന്നു. തത്ത പറന്നു വന്ന് ശൈബ്യയുടെ കയ്യിലിരുന്നു. ശൈബ്യ തത്തയുടെ കയ്യിലിരുന്ന സന്ദേശം വായിച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് രാധയുടെ രുക്മിണിയുടെ കയ്യിലേക്ക് കൊടുത്തു. രുക്മിണി ദേവിക്ക് ആ പേര് കണ്ടപ്പോൾ തന്നെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശൈബ്യേ, ഗോവിന്ദൻ വരും. ഗോവിന്ദൻ ഒന്നും സംഭവിക്കില്ല, അവന് സംഭവിക്കാൻ കഴിയില്ല. ഞാൻ ജീവിച്ചിരിക്കോളം കാലം അവന് യാതൊന്നും സംഭവിക്കില്ല. അടിയില് രാധ. ശൈബ്യ ഒന്ന് പുഞ്ചിരിച്ചു. രുക്മിണിയെ നോക്കി. രുക്മിണി ഒന്നും മിണ്ടിയില്ല. നേരം ഇരുട്ടുകയാണ്. രുക്മിണി പറഞ്ഞു, വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ശൈബ്യ പറഞ്ഞു, ഇല്ല, ഞാൻ കൃഷ്ണനെയും കൊണ്ടേ വരൂ. രുക്മിണി ആകെ അങ്കലാപ്പിലായി. രുക്മിണി ഒരു രാജകുമാരിയായി ജീവിച്ചതാണ്. കൃഷ്ണനെയും കാത്തി കടൽപ്പാലം. ഇത്രയും നേരം കടൽക്കാറ്റേറ്റ് തന്നെ വല്ലാതെ തളർന്നുപോയി. ഒടുവിൽ രുക്മിണി ദേവി തിരിച്ചുപോയി. അതെ, ശൈബ്യ അവിടെ തന്നെ നിന്നു. അവിടെ തന്നെ നിന്നു. ആ കടൽപ്പാലത്തിന്റെ അറ്റത്ത് കൃഷ്ണനെയും കാത്ത് ശൈബ്യ നിന്നു. അടുത്ത ദിവസം രാവിലെ ചെറുതോണികൾ വരവായി, കപ്പലുകൾ വരവായി. അതിലൊന്നിൽ കൃഷ്ണൻ
ശൈബ്യ പുഞ്ചിരിച്ചു. കപ്പലുകളും തോണികളും കരയ്ക്കടുത്തു. കൃഷ്ണൻ പുറത്തിറങ്ങി. എല്ലാവരും സുരക്ഷിതരായി കഴിഞ്ഞു. 30 കുടുംബങ്ങളെയും കൃഷ്ണൻ രക്ഷിച്ചു. കൃഷ്ണൻ നടന്ന് ശൈബ്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശൈബ്യേ, നീ ഇവിടെ നിൽക്കുകയാണോ? അതേ ഗോവിന്ദ, അങ്ങയുടെ സഹോദരിയാണല്ലോ ഞാൻ. അപ്പോൾ പിന്നെ സഹോദരൻ വരുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കണ്ടേ? അത് പറഞ്ഞപ്പോൾ ശൈബ്യയുടെ കണ്ണിൽ ഒരു വിഷാദഭാവം മിന്നിയത് കൃഷ്ണൻ കണ്ടു. കൃഷ്ണൻ അറിയാം അവൾ തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. പക്ഷേ താൻ സഹോദരി എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം ശൈബ്യ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ, നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. നീ ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുകയാണോ? അതേ ഗോവിന്ദ. അപ്പൊ ഉദ്ധവൻ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ശൈബ്യ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, ശൈബ്യ യാതൊന്നും കഴിച്ചിട്ടില്ല ഗോവിന്ദ. ഞാൻ പരമാവധി നിർബന്ധിച്ചു, എല്ലാവരും നിർബന്ധിച്ചു. കടലിൽ പോയ കൃഷ്ണൻ വരാതെ ശൈബ്യ മടങ്ങില്ല എന്ന് പറഞ്ഞു. ശൈബ്യയ്ക്ക് കാവലായിട്ട് ഞങ്ങൾ കുറേ പേര് ഇവിടെ മാറി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. കൃഷ്ണൻ പറഞ്ഞു, വരൂ അനുജത്തി, നീ വരൂ എന്ന് പറഞ്ഞ് ശൈബ്യയുടെ കൈക്ക് പിടിച്ചു. അങ്ങനെ കൃഷ്ണൻ നടന്ന് കൊട്ടാരത്തിലെത്തി രുക്മിണിയുടെ അടുത്ത് ചെന്നു. രുക്മിണിയുടെ എന്നപ്പോൾ രുക്മിണി ഓടി വന്നു. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, 30 കുടുംബങ്ങളെ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞു. അതിനുശേഷം രുക്മിണിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രുക്മിണി, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ്. അപ്പൊ രുക്മിണി ചോദിച്ചു, എന്ത് കാര്യം? വരട്ടെ. ഉദ്ധവ, എൻ്റെ മാതാവായ ദേവകിയമ്മയെയും എൻ്റെ പിതാവായ വസുദേവനെയും എൻ്റെ ബലരാമൻ ജ്യേഷ്ഠനെയും വിളിക്കൂ. ഉദ്ധവനൊന്ന് അമ്പരന്നു. എന്താണ് കൃഷ്ണൻ കാണിക്കുന്നത്? രുക്മിണിയും ഒന്ന് അമ്പരന്നു. അങ്ങനെ വസുദേവ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ദേവകി മാതാവും വന്നു, സാക്ഷാൽ വസുദേവനും വന്നു, ബലരാമനും വന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മാതാവേ, ബഹുമാന്യനായ പിതാശ്രീ, എൻ്റെ ബലരാമൻ ജ്യേഷ്ഠ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങൾ എനിക്ക് അനുമതി നൽകുമെന്ന പ്രതീക്ഷയോടെ. രുക്മിണി, ഒരു പക്ഷേ നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിനക്കതൊരു വലിയ ആഘാതമായിരിക്കാം. പക്ഷേ കൃഷ്ണൻ അത് ചെയ്തേ പറ്റൂ. രുക്മിണി, നിനക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ആ കാര്യം, പക്ഷേ അത് ചെയ്തേ പറ്റൂ. രുക്മിണി ദേവി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണത്? അപ്പോൾ പറഞ്ഞു, എല്ലാവരും ഉറ്റുനോക്കി, ശൈബ്യയും ഉറ്റുനോക്കി. കൃഷ്ണൻ ഇതെന്തു ഭാവിച്ചാണ്? കൃഷ്ണൻ ദേവകിയോട് പറഞ്ഞു, അമ്മേ, പിതാശ്രീ, ബലരാമൻ ജ്യേഷ്ഠ, പ്രിയപ്പെട്ട രുക്മിണി ദേവി, കൃഷ്ണൻ അത് പറയാൻ പോവുകയാണ്. നിങ്ങളിൽ എത്ര പേർക്കത് താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ചെയ്യണം. എനിക്കത് ചെയ്തേ പറ്റൂ. ഞാനത് പറയാൻ പോവുകയാണ്. എല്ലാവരും കൃഷ്ണനെ ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ്. അതെ, കൃഷ്ണന്റെ മുഖം വലിഞ്ഞു മുറുകി. വളരെ പ്രധാനപ്പെട്ട രുക്മിണിയെ ഞെട്ടിക്കുന്ന, സകലരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം കൃഷ്ണൻ പറയാൻ പോവുകയാണ്. എന്തായിരിക്കും ആ കാര്യം? അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.